ഹലോ എവ്രി വൺ, വെൽക്കം ടു ഗൈഡ് ലൈൻ എഡ്യൂക്കേഷൻ. ഇന്നത്തെ ഈ ഒരു സെഷനിൽ TNTU എക്സാം ടിപ്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ യൂഷ്വലി കേൾക്കാറുണ്ട് അല്ലേ, TNTU എക്സാമിന് 40 പേജസ് എഴുതി എന്നിട്ട് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിക്കുള്ള മാർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ചില ഫീഡ്ബാക്കുകളൊക്കെ നമ്മുടെ സീനിയേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ കേൾക്കാറുണ്ട് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രോപ്പറായിട്ട് എഴുതിയിട്ടും 40 പേജസ് കംപ്ലീറ്റ് ചെയ്തിട്ടും അവർക്ക് മാർക്ക് കിട്ടാതെ പോയത്? അല്ലെങ്കിൽ 40 പേജസ് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സുകൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിനെയൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് പോകാം അല്ലേ. TNTU എക്സാമിൽ ഫസ്റ്റ് നമ്മൾ അറിയേണ്ട കാര്യം എക്സാമിൻ്റെ പാറ്റേണിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, 40 പേജസിൻ്റെ ഒരു ബുക്ക്ലെറ്റാണ് നമുക്ക് ആൻസർ ഷീറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. അതായത് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബുക്ക്ലെറ്റാണ് പ്രൊവൈഡ് ചെയ്യുക. ആ ബുക്ക്ലെറ്റിൽ 40 പേജസ് ഉണ്ടായിരിക്കും. അതിലുള്ള പേജസൊക്കെ അൺറൂൾഡ് ആയിരിക്കും, വരയില്ലാത്ത പേജുകളായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബോർഡർ വരക്കാം. ബോർഡറൊക്കെ വരക്കുന്നത് വളരെ നല്ലതാണ്. എന്താ, ആ ഒരു സ്പേസ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഒന്നുകൂടെ നീറ്റ്നെസ് തോന്നിക്കാനും ബോർഡർ വരക്കുന്നത് നല്ലതാണ് അല്ലേ. നമുക്കറിയാം B.Ed എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എക്സാം, അല്ലെങ്കിൽ B.Edലെ ഓരോ പേപ്പേഴ്സും നമ്മൾ പേപ്പർ എക്സാം എഴുതുക എന്നല്ല പറയുക അല്ലേ, പേപ്പർ പ്രസൻറ്റേഷൻ എന്നാണ് പറയുക. അതായത് നമ്മൾ എഴുതുന്ന കണ്ടൻറ്റിനെ പോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ആ പേപ്പർ പ്രസൻറ്റ് ചെയ്തത് എന്നതിനും എന്തുണ്ട്, വാല്യൂ ഉണ്ട്. അതായത് നമ്മൾ നീറ്റായിട്ടാണോ എഴുതിയത്, സിസ്റ്റമാറ്റിക് ആയിട്ടാണോ എഴുതിയത് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് പേപ്പർ പ്രസൻറ്റേഷൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് വരാൻ കാരണം? നമ്മളൊക്കെ എന്താണ്, ഭാവിയിൽ ടീച്ചർ ആവേണ്ട ആളുകളാണ് അല്ലേ. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു പേപ്പർ എഴുതാൻ വേണ്ടിയിട്ട് പറ്റിയ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയാൽ മാത്രമേ നമുക്ക് മുന്നിലെത്തുന്ന കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യാൻ, അസസ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുള്ളൂ അല്ലേ. അവരുടെ ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ പ്രോപ്പറായിട്ടാണ് അവർ എഴുതിയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ആസ് എ ടീച്ചർ നമ്മൾ അതുമായിട്ട് ഫെമിലിയർ ആയിരിക്കണം അല്ലേ. അതുകൊണ്ടാണ് B.Edൽ പേപ്പർ പ്രസൻറ്റേഷനാണ് മാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ടോട്ടൽ ഒരു സെമിസ്റ്ററിൽ 5 പേപ്പേഴ്സാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഓരോ പേപ്പറും ഓരോ എക്സാമുകൾ ഉണ്ടായിരിക്കും അല്ലേ. എക്സാമിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 3 hours ആണ്. ടോട്ടൽ മാർക്ക് വരുന്നത് 70 മാർക്സ് ആണ്. എക്സാം പാറ്റേൺ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ്. ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതിന് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായിരിക്കണം അല്ലേ. TNTU എക്സാമുകളിൽ മെയിൻലി 3 ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, 5 മാർക്ക് ക്വസ്റ്റ്യൻസ്, 10 മാർക്ക് ക്വസ്റ്റ്യൻസ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഓപ്ഷൻ ഉണ്ടായിരിക്കും, നിങ്ങൾ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, 5 മാർക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ബ്രീഫ് എക്സ്പ്ലനേഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ 3 പേജസിലാണ് നമ്മളത് കവർ ചെയ്യേണ്ടത്. ഇവിടെ പേജസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മളൊരു പേപ്പർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു പേപ്പറിന് 2 സൈഡുകളുണ്ട്. അപ്പോൾ ഇവിടെ പേജസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പേപ്പറും ഒരു പേപ്പറിൻ്റെ ഒരു സൈഡും 3 പേജസ്. ഓക്കെ, ആ ഒരു ലെവലിലാണ് പേജസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് 1.5 പേപ്പറാണ് 3 പേജസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ 3 പേജസുകളിലായിട്ടാണ് കവർ ചെയ്യേണ്ടത്. 10 to 12 മിനിറ്റ്സ് ആണ് നമ്മൾ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. ഇനി 10 മാർക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ essay ടൈപ്പ് ക്വസ്റ്റ്യൻസിലോട്ട് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കണം അല്ലേ. ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, ഒരു ബോഡി ഉണ്ടായിരിക്കണം, ഒരു കൺക്ലൂഷൻ പാർട്ടും ഉണ്ടായിരിക്കണം. ടോട്ടലി നമ്മളത് 6 പേജസുകളിലായിട്ട് അല്ലെങ്കിൽ 3 പേപ്പറുകളിലായിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഒരു essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 20 to 25 മിനിറ്റ്സ് വരെ നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ഒരു പാറ്റേണിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ 10 മാർക്ക് ക്വസ്റ്റ്യന് ഒരു ക്വസ്റ്റ്യന് നമ്മൾ എത്ര പേജസ് എടുക്കുന്നുണ്ട്, 6 പേജസ് എടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ 6 into 5 30 പേജസ് കവർ ചെയ്യും. പ്ലസ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ 3 പേജസുകളിലായിട്ടാണ് എഴുതുന്നത് അല്ലേ. ടോട്ടലി നമുക്ക് 3 5 മാർക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ 3 into 3 9 പേജസ് അങ്ങനെയും നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ടോട്ടൽ 30 + 9 39 പേജസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി 1 മാർക്ക് ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒരു പേജിൽ കൂടെ എഴുതുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബുക്ക്ലെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് 40 പേജസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം അല്ലേ. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരാണ് കേട്ടോ. 1 to 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് വീതമായിരിക്കും. 5 ക്വസ്റ്റ്യൻസും നിങ്ങൾ മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. ഇനി 6 7 8 9 10 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്.
അതിൽ 3 ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും. ഔട്ട് ഓഫ് 5 നിങ്ങൾ 3 ക്വസ്റ്റ്യൻസ് മാത്രമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് ടൈമൊക്കെ എക്സാം എഴുതുന്ന സമയത്ത് 5 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിട്ട് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പേപ്പർ തികയാത്ത ഇഷ്യൂ ഉണ്ടാവരുത്. 5 മാർക്ക് ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾ 3 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിലോട്ട് വരുമ്പോൾ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ 11, 12, 13, 14, 15 ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നോക്കുകയാണെങ്കിൽ ഓരോ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിലും എ ബി എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. 11th ക്വസ്റ്റ്യനിലെ തന്നെ എയും ബിയും അറ്റൻഡ് ചെയ്തിട്ട് ഒരു പാറ്റേണിൽ അറ്റൻഡ് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് പേജ് തെയ്യാത്തൊരു ഇഷ്യൂ ഉണ്ടാവരുത്. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. 11th ക്വസ്റ്റ്യനിൽ എ ബി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. 12th ക്വസ്റ്റ്യനിലും അതുപോലെ തന്നെ എ ബി ഉണ്ടായിരിക്കും. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒന്ന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ആ ഒരു പാറ്റേണിൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. അത് 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. 10 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എ ബി എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഒരു ഓപ്ഷനിൽ ഓരോ ക്വസ്റ്റ്യനിലും ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ടോട്ടൽ 5 എസ് എ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റൈറ്റിംഗ് ടിപ്സ് ആണ്. എന്തൊക്കെയാണ് റൈറ്റിംഗ് ടിപ്സ്? മെയിനായിട്ട് വരുന്നത് ടൈമും പേപ്പറും മാനേജ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. അതിപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് എത്ര പേപ്പർ യൂസ് ചെയ്യാം, എത്ര ടൈം വരെ നമുക്ക് എടുക്കാം, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, നമ്മൾ എഴുതുമ്പോൾ ഒരു പ്രോപ്പറായിട്ട് ഒരു ഹെഡിങ് കൊടുക്കുക, സബ് പോയിന്റുകൾ കൊടുക്കുക. ഇതൊക്കെ നമുക്ക് റൈറ്റിംഗ് ടിപ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. പോയിന്റുകളായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വാരി വലിച്ച് എഴുതുന്നതിനേക്കാളും പോയിന്റുകളായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എക്സാമിനർക്ക് ഒന്നുകൂടെ നമ്മുടെ ഇവാലുവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വായിക്കാനൊക്കെ ഒന്നുകൂടെ എളുപ്പമായിരിക്കും അല്ലേ. ഓക്കെ. ഇനി നമ്മൾ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും കീ ടേംസ് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ നെയിമോ തിങ്കേഴ്സിൻ്റെ നെയിമോ ഒക്കെ നമ്മൾ നമ്മുടെ ആൻസറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനൊക്കെ അണ്ടർലൈൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. മാക്സിമം 40 പേജസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യരുത്, 40 പേജസ് കവർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആവശ്യമില്ലാത്ത ഒരു ഗ്യാപ്പൊക്കെ ഇടരുത്. അതായത് വലുതാക്കിയിട്ട് എഴുതുക, ഓവറായിട്ട് വലുതാക്കിയിട്ട് എഴുതുക, 2 ലൈൻസിൻ്റെ ഇടയിൽ നല്ല ഗ്യാപ്പ് ഇടുക. അങ്ങനെ 40 പേജസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. അതുപോലെ തന്നെ 2 ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസും ഒരു പ്രോപ്പറായിട്ടുള്ള രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഓവറായിട്ട് എന്ത് ചെയ്യരുത്, ലെങ്ത്ത് എടുക്കരുത്. ഓക്കെ. നമ്മൾ 40 പേജസ് കവർ ചെയ്യണമെന്നൊക്കെ പറയുമെങ്കിലും പേജസിൻ്റെ നമ്പർ തികയ്ക്കുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് ക്ലാരിറ്റിക്കും അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന കണ്ടൻറ്റിനും അതുപോലെ നമ്മുടെ പേപ്പർ പ്രസൻറ്റേഷനുമാണ് അല്ലേ. ഇനി ടൈം മാനേജ്മെൻറ്റിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു ആൻസർ എഴുതാൻ തന്നെ നിങ്ങൾ ഒരുപാട് സമയം എടുക്കരുത്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ, എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് എത്ര ടൈം എടുക്കാം, ആ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. ആൻസർ ഷീറ്റിൽ ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിരിക്കണം. നമ്മളൊക്കെ പറയാറുണ്ട് അല്ലേ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന്. അതുപോലെ തന്നെ എക്സാമിനർക്ക് നിങ്ങളെ കുറിച്ചിട്ടൊരു ഔട്ട്ലുക്ക് കിട്ടുക നിങ്ങളുടെ ഫസ്റ്റ് ആൻസറിൽ നിന്നായിരിക്കും. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫസ്റ്റ് ആൻസറായിട്ട് കൊടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് വരെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കരുത്. മിനിമം ഒരു 10 മിനിറ്റ്സ് മുമ്പെങ്കിലും എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പോർഷൻസ് നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ, ഏതെങ്കിലും പോർഷൻസ് ഫില്ല് ചെയ്യാനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ പേജസിനും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് നമ്പർ കൂടെ കൊടുത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് പേജസ് കൗണ്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഈസി ആയിരിക്കും. നമ്പർ കൊടുക്കണം എന്നുള്ളത് നമ്മൾ യൂഷ്വലി പറയുന്ന കാര്യമാണ് കേട്ടോ. ഓരോ പേജിൻ്റെയും റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ മുകളിലായിട്ട് നമ്മൾ നമ്പർ കൊടുത്തിരിക്കണം. ഓക്കെ. ഇനി എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരിക്കും 40 പേജസിൻ്റെ ബുക്ക്ലെറ്റ് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയാൽ മാത്രമേ പാസ്സാവുള്ളൂ എന്നുള്ളത് അല്ലേ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്കൊരു 25 to 30 പേജസ് വരെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പാസ്സാവുകയൊക്കെ ചെയ്യും. പ്രോപ്പറായിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മതി കേട്ടോ. ഇനി എങ്ങനെയാണ് നമുക്ക് പാസ്സാവാനുള്ള ഒരു ഈസി വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കമ്പൽസറി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. കാരണം ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് 10 മാർക്കാണുള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 10 മാർക്സ് ആണ് പോവുക. ഓക്കെ. അപ്പോൾ അത് മൈൻഡിൽ വെച്ചിട്ട് വേറെ ഏത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക.
അതുപോലെ തന്നെ മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കില്ല അതിനെക്കുറിച്ചിട്ട്, അതെങ്കിലും എഴുതി വെച്ചിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാനെങ്കിലും ശ്രമിക്കുക. ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് ഇടുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യമാണെങ്കിലും അത് എന്ത് ചെയ്യുക, നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ് അല്ലേ. നെക്സ്റ്റ് വരുന്നത് അറ്റ്ലീസ്റ്റ് 25 to 30 പേജസ് എങ്കിലും നിങ്ങൾ കവർ ചെയ്യുക. ക്വാണ്ടിറ്റി പ്ലസ് ക്വാളിറ്റി മാറ്റേഴ്സിൽ, അതായത് നിങ്ങളൊരു ബുക്ക്ലെറ്റ് നല്ല രീതിക്ക് നല്ല ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ അത്യാവശ്യം കണ്ടൻറ്റൊക്കെ ആയിട്ട് ആ ഒരു ബുക്ക്ലെറ്റ് കംപ്ലീറ്റ് നിങ്ങൾ ആയിട്ടുണ്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, നിങ്ങൾ അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു മെൻറ്റാലിറ്റി വരും അല്ലേ നിങ്ങളുടെ പേപ്പർ വാലുവേറ്റ് ചെയ്യുന്ന ആളുകൾക്ക്. അപ്പോൾ അതെന്താണ്, പാസ്സാവാനുള്ള ചാൻസ് ഒന്നുകൂടെ കൂട്ടും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രസൻറ്റേഷൻ. പ്രോപ്പറായിട്ടുള്ള ഹെഡിങ്ങും സബ് ഹെഡിങ്ങും യൂസ് ചെയ്യുക, അതുപോലെ ബുള്ളറ്റ്സ് യൂസ് ചെയ്യുക, ഷോർട്ടാക്കിയിട്ട് എഴുതുക, ഒരുപാട് വലിച്ചു നീട്ടി എഴുതാതെ കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് എഴുതുക. അങ്ങനെയുള്ളതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. അതുപോലെ തന്നെ കീ ടേംസുകൾക്ക് ഡെഫിനിഷൻസ്, ഇമ്പോർട്ടൻറ്റ് തിങ്കേഴ്സ്, ലോ, അങ്ങനെയുള്ള കീ ആയിട്ടുള്ള ടേംസുകൾക്കൊക്കെ അണ്ടർലൈൻ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് പ്രസൻറ്റേഷൻ ഒന്നുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ എക്സാം എഴുതിയ സമയത്ത് ഞങ്ങൾ കളർ പെന്നുകൾ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. സ്കെച്ച് മാർക്കുകളല്ല, സ്കെച്ച് മാർക്കുകൾ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു സൈഡിൽ എഴുതിയാലും മറ്റേ സൈഡിന് നമ്മൾ എഴുതുന്ന കണ്ടൻറ്റിനെ പ്രോപ്പറായിട്ട് വായിക്കാൻ പറ്റില്ല അല്ലേ, അങ്ങോട്ട് പകരുന്നത് കൊണ്ട് സ്കെച്ച് മാർക്കുകൾ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബോൾ പോയിൻറ്റ് പെന്നുകളിൽ തന്നെ നമുക്ക് കളേർഡ് ആയിട്ടുള്ള പെന്നുകൾ കിട്ടും. ഓക്കെ, ഞാൻ പഠിക്കുന്ന സമയത്ത് ബ്ലൂ, ബ്ലാക്ക്, പർപ്പിൾ, സ്കൈ ബ്ലൂ പോലെയുള്ള കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. അതുപോലെ തന്നെ വാലുവേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന റെഡ്, ഗ്രീന് പോലെയുള്ള അതുപോലെ തന്നെ റെഡിൻ്റെയൊക്കെ ഷെയ്ഡുകളൊക്കെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു, യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ കളർ പെന്നുകൾ യൂസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കോളേജിലുള്ള ടീച്ചേഴ്സുമായിട്ട് ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യാം കേട്ടോ. ഞാൻ എഴുതിയിരുന്ന സമയത്ത് ഞങ്ങൾ കളർ പെന്നുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് കളർ പെന്നുകൾ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ നമുക്കൊന്നുകൂടെ നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂലേ. ഡിഫറെൻറ്റ് കളേഴ്സുകളിൽ എഴുതുമ്പം ഒന്നുകൂടെ പ്രോപ്പറായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ കോളേജായിട്ട് ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യാം കേട്ടോ. നമ്മുടെ എക്സാമിൻ്റെ ഒരു ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ മേജർ പോർഷൻ കവർ ചെയ്യുന്നത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഒരു 6 പേജസും കവർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പേജ് കവർ ചെയ്യാനും അതുപോലെ ഒന്നുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേ നമ്മൾ സിനോപ്സിസ് ചെയ്യുക എന്നുള്ളതാണ്. കംപ്ലീറ്റ് വായിച്ച് ഇതാണല്ലേ ഈ കുട്ടി പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് വാല്യൂ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെറ്ററാണ് നമ്മൾ ഫസ്റ്റ് പേജിൽ തന്നെ ഞാൻ എന്താണ് ഈ എസ്സേയിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് പേജിൽ സിനോപ്സിസ് എഴുതാം. സിനോപ്സിസിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതും. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ യൂഷ്വലി എഴുതാറുള്ളത് മീനിങ് ഓഫ് പാർട്ടിൽ നമ്മൾ മെയിനായിട്ട് എഴുതാറുള്ളത് മീനിങ് ഓഫ്, ഡെഫിനിഷൻ ഓഫ്, ടൈപ്പ് ഓഫ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്, ഈ ടൈപ്പ് ഓഫ് കാര്യങ്ങളൊക്കെയാണ് എഴുതാറുള്ളത്. പിന്നെ കണ്ടൻറ് പാർട്ട് ഉണ്ടായിരിക്കും, നെക്സ്റ്റ് കൺക്ലൂഷൻ പാർട്ട് ഉണ്ടായിരിക്കും. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം അല്ലേ. എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽസ് ദ ടൈപ്പ് ഓഫ് പൊല്യൂഷൻ. സിനോപ്സിസ് എഴുതിയിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ, മീനിങ് ഓഫ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, ഡെഫിനിഷൻ ഓഫ് പൊല്യൂട്ടൻസ്. കണ്ടൻറ് പാർട്ടിൽ വരുന്നത് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ ആണ്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, തേർമൽ പൊല്യൂഷൻ, റേഡിയേഷൻ പൊല്യൂഷൻ, ലൈറ്റ് പൊല്യൂഷൻ. പിന്നീട് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ പാർട്ടും ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ മീനിങ് ഓഫ്, ഡെഫിനിഷൻ ഓഫ്, ടൈപ്സ് ഓഫ് ഒക്കെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലാണ് വന്നത്. ബട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ ടൈപ്സ് വന്നത് എന്തിലാണ്, കണ്ടൻറ് പാർട്ടിലാണ് അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ കണ്ടൻറ് പാർട്ടിൽ വന്നത്? കാരണം ഈ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ എന്താണ്, ടൈപ്പ് ഓഫ് പൊല്യൂഷനാണ്. അതായത് മെയിൻ പാർട്ട് ടൈപ്പ് ഓഫ് പൊല്യൂഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കണ്ടൻറ് പാർട്ടിലാണ് നിങ്ങൾ ടൈപ്പ് ചെയ്തേണ്ടത് കേട്ടോ. എന്താണോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അതാണ് കണ്ടൻറ് പാർട്ടിൽ എഴുതേണ്ടത്. ആ ഒരു ക്വസ്റ്റ്യൻ്റെ കുറച്ച് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളില്ലേ, അതൊക്കെയാണ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എഴുതേണ്ടത്. കൺക്ലൂഷൻ പാർട്ടിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഷൻ പാർട്ടിൽ അത് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം അല്ലേ. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ മീനിങ് കൊടുത്തിട്ടുണ്ട്, ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്നത്.
ഇനി കണ്ടന്റ് പാർട്ടിലോട്ട് നോക്കുമ്പോൾ കണ്ടന്റ് പാർട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മൈൻഡ് മാപ്സ് വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും കണ്ടന്റ് പാർട്ടുകളിൽ മൈൻഡ് മാപ്പ്, ടാബുലാർ കോളം, ഡയഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 2-3 ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് പേജസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമ്പർ ഓഫ് പേജസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വാല്യൂ ചെയ്യുന്ന ആൾക്ക് ഒന്നുകൂടെ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ പേപ്പർ പ്രസൻറ്റേഷൻ്റെ വേ ഒന്നുകൂടെ ജസ്റ്റ് റൈറ്റിങ്സ് മാത്രമാവാതെ ഡയഗ്രാംസ് ഒക്കെ ആകുമ്പോൾ ഒന്നുകൂടെ പ്രോപ്പറായിട്ടുള്ളൊരു മെത്തേഡാണ് അല്ലേ, ഒന്നുകൂടെ കാണാനൊരു ഭംഗിയൊക്കെയുള്ള മെത്തേഡാണ്. ഡയഗ്രാംസ് കൂടെ വരുമ്പോൾ നമ്മുടെ പേപ്പർ കാണാൻ ഒന്നുകൂടെ ഭംഗി ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ അറ്റ്ലീസ്റ്റ് 1 മൈൻഡ് മാപ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, യൂസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് നമ്മൾ മെയിൻ കണ്ടൻറ്റുകളാണ് ഡിസ്കസ് ചെയ്തത്. ടൈപ്പ് ഓഫ് പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഓരോ കണ്ടൻറ്റുകളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കൺക്ലൂഷൻ പാർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നിങ്ങൾ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഈ ഒരു പാറ്റേൺ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ എന്നൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ TNTU സിലബസിൽ എവിടെയും എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ടും ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ബട്ട് മാക്സിമം നമ്പർ ഓഫ് പേജസ് കവർ ചെയ്യുന്ന രീതിക്ക്, എന്നാൽ അധികം ഒന്നും നിങ്ങൾക്ക് എഫേർട്ട് എടുക്കാതെ മൈൻഡ് മാപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ആ ഒരു നമുക്ക് അലോട്ട് ചെയ്ത ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ എക്സാം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് എനിക്കറിയാവുന്ന കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഈ ഒരു പാറ്റേണിൽ തന്നെ എഴുതണം എന്ന് നിർബന്ധമല്ല, ബട്ട് ഈ ഒരു പാറ്റേണിൽ എഴുതുകയാണെങ്കിൽ ഒന്നുകൂടെ സിസ്റ്റമാറ്റിക് ആയിരിക്കും. നിങ്ങൾക്ക് ഇതിൽ നല്ല പാറ്റേൺ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നമ്മൾ അറിയിക്കുക കേട്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, പാനിക് ആവരുത്. അത് ക്വസ്റ്റ്യൻ നമ്മൾ എഴുതി വരുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീതിങ്ക് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ട് എടുക്കുക. ടഫ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പാനിക് ആവാതെ നിങ്ങൾക്ക് അറിയുന്ന രീതിക്ക് കഴിയുന്ന പോലെയൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇനി നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിനെ കുറിച്ച് തീരെ അറിയില്ല എന്ന് വിചാരിക്കുക, ആ ഒരു എസ്സേ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടായിരിക്കില്ലേ ഒരു ടോപ്പിക്കിനെ കുറിച്ച്, നിങ്ങൾക്ക് അറിയുന്നതില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കുമല്ലോ, അതെങ്കിലും അറ്റ്ലീസ്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളൊന്നും എഴുതാതെ ബ്ലാങ്ക് ആയിട്ട് ലീവ് ചെയ്യുന്നതിനെക്കാട്ടിലും എത്രയോ ബെറ്ററാണ് അല്ലേ, നമുക്കറിയാവുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യമാണെങ്കിൽ അത് കൺവേ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, കാമായിട്ട് പാനിക് ആവാണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം നല്ല രീതിക്ക് എഴുതുക, നീറ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ബാക്കിയുള്ള എക്സാംസുകൾ എഴുതുന്ന പോലെ കണ്ടൻറ്റിന് മാത്രമല്ല എന്ത് ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടൻസ് ഉള്ളത്, നമ്മുടെ നീറ്റ്നെസ്സിന് അതുപോലെ പേപ്പർ പ്രസൻറ്റേഷനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സ് ത്രൂ അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾക്ക് ലൈക്ക് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിനോട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടിയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്